കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഇലക്ഷൻ ഇൻസൈറ്റ് പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് തിരൂർ നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശ്രീ കുറുക്കോളി മൊയ്തീനാണ്. അദ്ദേഹം സിറ്റിംഗ് MLA ആണ്. മണ്ഡലത്തെ സംബന്ധിച്ച് വളരെ സുപരിചിതനായ ജനപ്രതിനിധിയാണ്. ജനകീയ ബന്ധങ്ങൾ അതിശക്തമായുണ്ട്. താരതമ്യേന കടുത്ത മത്സരം നടക്കാത്ത മണ്ഡലങ്ങളിലൊന്നാണ് തിരൂർ എന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയുണ്ട് മണ്ഡലത്തിൻ്റെ സ്ഥിതി? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമാണ്. ഈ കടുത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് UDFൻ്റെ പ്രവർത്തകന്മാർ കർമ്മരംഗത്തുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു. ഈ വെയിലത്ത് അത്രയും കഷ്ടപ്പെടുകയാണ്. ഇതിനേക്കാൾ വലിയൊരു കഷ്ടപ്പാടിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ അധ്വാനം. 10 കൊല്ലമായി കേരളത്തിലെ ദുരിതപൂർണമായ ജീവിത സാഹചര്യം അടിച്ചേൽപ്പിച്ച ഇടതു ഭരണം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ഈ കൊടും ചൂടും അവഗണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് UDFൻ്റെ പ്രവർത്തകന്മാർ കർമ്മരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, എൻ്റെ കൂടെ തന്നെ ഈ പ്രവർത്തകന്മാരൊക്കെ നടക്കുകയാണ്. ഇവരൊക്കെ ഈ എന്നെക്കാൾ പ്രായമുള്ളവരുമുണ്ട്, എൻ്റെ സമപ്രായക്കാരുമുണ്ട്, എന്നെക്കാൾ പ്രായം കുറഞ്ഞവരുമുണ്ട്, ഇതിനേക്കാൾ ചെറിയ കുട്ടികളുണ്ട്. ഇപ്പോൾ അവരൊക്കെ പിരിഞ്ഞതാണ്. ഇവരൊക്കെ ഒരുപോലെ ഒറ്റ മനസ്സായി കർമ്മരംഗത്ത് ഇറങ്ങിയിരിക്കുന്നു എന്നൊരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. മാത്രമല്ല കുറഞ്ഞ സമയം കിട്ടിയുള്ളൂ, അതും തിരിച്ചറിയാൻ നമ്മളെ പ്രവർത്തകന്മാർക്ക് സാധിച്ചു. അതുകൊണ്ടൊന്ന് ആഞ്ഞു പിടിക്കണം എന്നവർ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അതെ, ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. താങ്കളുടെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് മത്സരമാണ് നിയമസഭയിലേക്ക്. കഴിഞ്ഞ തവണത്തേക്കാൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു? കഴിഞ്ഞ കൊല്ലം 5 കൊല്ലത്തെ ഇടതു ഭരണം നിലനിൽക്കുന്നൊരു സന്ദർഭത്തിൽ നടക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ്. അന്ന് കുറേ പ്രചാരണങ്ങളിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നു. അപ്പോൾ അവർ പല കാരണങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരു സമയം കൂടി തന്നാലേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയും എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഈ അബദ്ധം ആളുകൾക്ക് പറ്റും, ഒരു കയ്യബദ്ധം എന്ന് പറയാം. ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ ചില വാഗ്ദാനങ്ങളിൽ ജനങ്ങൾ കബളിപ്പിക്കപ്പെടും. ഗീബൽസിൻ്റെ നയങ്ങളാണ് CPM തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാസിസ്റ്റ് ഭരണകൂടത്തിൽ ഗീബൽസ് എന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ എല്ലാ മന്ത്രിമാരും ഗീബൽസിയന്മാരാണെന്നുള്ളതാണ്. ഗീബൽസിയന്മാരുടെ ഒരു മന്ത്രിസഭ എന്ന് പറയാം. എല്ലാവരും കളവ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലങ്ങളെ നേട്ടങ്ങളൊക്കെ ഞങ്ങളിതാന്ന് പറയുകയാണ്, ഒരു ലജ്ജയില്ലാതെ. അപ്പോൾ അതൊക്കെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പ് വിധിയിലുണ്ടാകും. ഇവിടുത്തെ LDFൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ താനൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ചയാളാണ്. പക്ഷേ ഇത്തവണ അത് ആ മണ്ഡലം വേണ്ട എന്ന് മുൻകൂറായി പറയുകയും ഒഴിവാകുകയും ചെയ്തു. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു താനൂരിൽ, പക്ഷേ അദ്ദേഹം അവിടേക്ക് പോയില്ല. കുറേ കൂടി സുരക്ഷിത മണ്ഡലം എന്ന നിലയ്ക്കാണ് അദ്ദേഹം തിരൂർ തിരഞ്ഞെടുക്കുന്നത്. ആ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? കാഴ്ചപ്പാടിൽ ഉള്ളൊരു വിഷയം എന്ന് വെച്ചാൽ താനൂര് എനിക്ക് ഒരു രക്ഷയില്ല എന്ന് തിരിച്ചറിവുണ്ടായി എന്നുള്ളതാണ്. ആ കാഴ്ചപ്പാട് ശരിയാണ്. പക്ഷെ തിരൂരിന് രക്ഷപ്പെടുമെന്നത് തെറ്റുമാണ്. 2 തവണ പ്രതികരിച്ചൊരു മണ്ഡലം, അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ജനം അദ്ദേഹത്തെ വാരിപ്പുണരുമായിരുന്നു. അദ്ദേഹം മന്ത്രിയായിട്ട് പോലും ആ മണ്ഡലത്തിനെ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റുവാനോ, എന്തിന് 10 കൊല്ലം മുമ്പ് അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA ആകുമ്പോൾ ചെയ്ത പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ പോലും കഴിയാതെ നോക്കുകുത്തിയായി പല പദ്ധതികളും കിടക്കുന്നുണ്ട്. അതൊക്കെ ജനം തിരിച്ചറിഞ്ഞു. അപ്പോൾ അവിടെ രക്ഷയില്ല എന്ന് മനസ്സിലായി. പിന്നെ ഒരു ബോട്ട് അപകടം, ബോട്ടിൻ്റെ കഥയൊക്കെ അറിയാമല്ലോ. എൻ്റെ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിച്ചാൽ അപകടം വരുന്നവർക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാ കാര്യങ്ങളും കൂടി ആലോചിച്ച് വേവലാതി കൊണ്ടാണ് പിന്നെ എവിടെയെങ്കിലും ഒന്ന് കിട്ടണമല്ലോ എന്ന് കരുതിയിട്ട് ഇവിടെ മത്സരിക്കുന്നത്. ലയണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചാണ്. അദ്ദേഹം മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, ഞാൻ അസറുദ്ദീനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞാൻ അസറുദ്ദീനെ കൊണ്ടുവന്നു. പുത്തനത്താണിയിൽ നിന്ന് തിരുനാവായ വരെ റോഡ് ഷോ നടത്തി. ജനങ്ങൾ അതിഗംഭീരമായി ഹർഷാരവം മുഴക്കി അതിനെ സ്വീകരിച്ചു. അദ്ദേഹം മെസ്സിയെ കൊണ്ടുവരുന്ന 1 വർഷം മുമ്പ് പറഞ്ഞു, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല.
ആളുകൾ തന്നെ പടിഞ്ഞാട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അടുത്ത തോണിയിലുണ്ടാവും നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടുത്തേരല്ല, താന്നൂക്കാർ. കുറച്ച് അബദ്ധം പറ്റി അയാളെ കൂടെ കൂടിയ കുറച്ച് ആളുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇനി മെസ്സി എന്ന് വരും എന്നുള്ളത് അയാളാണ് പറയേണ്ടത്. ഞാൻ അസറുദ്ദീനെ കൊണ്ടുപോകുന്നു, ഞാൻ വാക്ക് പാലിച്ചു. നമ്മൾ മെസ്സിയെ നോക്കുന്നില്ല, ഞാൻ മെസ്സിയെ നോക്കുന്നില്ല. എനിക്ക് മെസ്സിമാരെ ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കും. ഒറ്റയടിക്കല്ലെങ്കിലും പതുക്കെ മെസ്സിമാരെ സ്ഥാനത്തേക്ക് ഉയർത്താൻ ഈ മണ്ഡലത്തിലെ കായിക തൽപരരായിട്ടുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ ഞാൻ പരിശ്രമിക്കും. തീരദേശ മണ്ഡലങ്ങളിലൊന്നാണ് തിരൂര്. മത്സ്യത്തൊഴിലാളികളുടെ നിരവധി പ്രശ്നങ്ങളുണ്ട്. എല്ലായിടത്തുള്ള പോലെ തന്നെ തിരൂരിലും പ്രശ്നങ്ങളുണ്ട്. വലിയ തോതിൽ കൃഷി നടക്കുന്ന കർഷകരുള്ളൊരു മണ്ഡലം കൂടിയാണിത്. പ്രവാസികളുണ്ട്, ചെറുകിട സംരംഭകരുണ്ട്, വലിയ തോതിൽ ഇടത്തരക്കാരുടെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുണ്ട്. തുഞ്ചൻ സ്മാരകമുണ്ട്, സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ ഒരു കേന്ദ്രമുണ്ട്, മലയാള സർവകലാശാലയുണ്ട്. അങ്ങനെ വളരെ വളരെ പ്രത്യേകതകളുള്ളൊരു മണ്ഡലമാണ്. തീർച്ചയായിട്ടും ഇങ്ങനൊരു മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയാകുമ്പോൾ താങ്കൾക്ക് തിരൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടൊരു സങ്കല്പം ഉണ്ടാവില്ല. എന്താണ് താങ്കളുടെ ഒരു വികസന സങ്കല്പം? ഞാൻ ഒരു ഭാഗ്യവാനാണ്. സത്യത്തിൽ കേരളത്തിലെ സാംസ്കാരിക ആസ്ഥാനം എന്ന് പറയേണ്ടത് തിരൂരിനെയാണ്. ആ തിരൂരിലെ ജനപ്രതിനിധിയാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ അഭിമാനം കൊടുക്കുന്നത്. ഒരിക്കൽ കൂടി മത്സരിക്കാൻ പാർട്ടിയോട് ആവശ്യപ്പെടുകയും കൂടി ചെയ്തപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഈ ജനങ്ങൾക്കിടയിലാണ് വളർന്നത്. ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലും ഈ കർഷകരുടെ ഇടയിലും ഇവിടുത്തെ തൊഴിലാളികൾക്കിടയിലുമൊക്കെയായി അവിടെ ഒരു കൂട്ടാളിയായി, ഒരു കളിക്കൂട്ടുകാരനായി കുട്ടിക്കാലം മുതൽക്ക് ഞാൻ MS പ്രവർത്തകനാകുമ്പോഴൊക്കെ ഇവിടെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരെന്നെ വളർത്തിയത്, വരുന്നതിന് ഇവർ പൂർവികർ, ഇവരെ വാപ്പ, ഇവരെ ഏട്ടന്മാർ ഒക്കെ എന്നെ വളർത്തിയത്. ഇപ്പോൾ ഇവരെ കൂടുതലുള്ളത് ഇവരൊക്കെയാണ്. അപ്പോൾ ഞാൻ വളർന്ന ഇവരെ അടിയിൽ നിന്നാണ് എന്നെ വളർത്തിയത് ഇവരൊക്കെ തന്നെ. അവരെ അടിയിൽ തന്നെ ഞാൻ വോട്ട് ചോദിച്ച് ഒരു ജനപ്രതിനിധി, അവരുടെ ജനപ്രതിനിധിയാകാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സന്തോഷമുള്ള സംഗതിയാണ്. അപ്പോൾ ആ സന്തോഷത്തിന് എനിക്ക് ഈ തിരൂരിലെ ഈ പൂർവ്വകാല ചരിത്രങ്ങളും പാരമ്പര്യവുമൊക്കെ അതിഗംഭീരമാണ്. എന്നാൽ ഈ 10 വർഷം കൊണ്ട് ഒരു പുരോഗതിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൂർത്തീകരിച്ച 3 പാലങ്ങൾക്ക് അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ പോലും ഞങ്ങൾക്ക് 8 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 8 വർഷം. അങ്ങനെ ഈ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ MLA ആയി 2 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു പാലത്തിന് പണം കിട്ടിയത്. പിന്നെ 2ാമത്തേന് കിട്ടി. 3ാമത്തേന് ചോദിച്ചപ്പോൾ മന്ത്രി മറുപടി പറയാതെ ഇങ്ങനെ നീട്ടി പോവുകയായിരുന്നു. അപ്പോഴാണ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ നിന്ന് ഒരു അഭിപ്രായം ഉണ്ടായി, കേന്ദ്രത്തിന് ഉപരിതല ഗതാഗത വകുപ്പിന് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫണ്ട് കിട്ടും. സേതുബന്ധൻ പദ്ധതി എന്നൊരു ഇതുണ്ട്, അതിലേക്ക് ഒരു അപേക്ഷ കൊടുക്കുന്നത് നല്ലതാണെന്ന്. ഞാൻ CEയുമായി ബന്ധപ്പെട്ടു, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെന്നെ സഹായിച്ചു. ഇതിനുള്ള കടലാസ് പണിക്ക് പൂർത്തീകരിച്ച് കൊടുത്തു. ഞാൻ വളരെ സന്തോഷിക്കാനാണ്. 1 മാസം കൊണ്ട് കിട്ടി. അതിൽ ET3 ബഷീർ സാഹിബ് ഞങ്ങളെ അന്നത്തെ MP വലിയ പങ്കുണ്ട് കേട്ടോ. ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ്. പക്ഷേ അതിന് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കേന്ദ്രം ഫണ്ട് തന്നിട്ട് പോലും ഭരണാനുമതി തരാൻ ഈ ഗവൺമെൻറ് ആവശ്യമില്ലാതെ 15 മാസം താമസിച്ചു. 15 മാസം. ശരിക്കും അന്ന് തന്നെ അത് AC കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം പണി കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ അത് കഴിയുമായിരുന്നു. തിരൂരിലെ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായും തീരുമായിരുന്നു. അപ്പോൾ ഒന്ന് ഇവിടുത്തെ ഈ വീതികൾ, വഴികളെ ഒക്കെ, റോഡുകളൊക്കെ സുഗമമാക്കി വികസിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്ന് എൻ്റെ കാഴ്ചപ്പാട്. തിരൂരിൽ വരുന്ന ഒരാൾക്ക് തിരൂർ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. 4 പുഴകൾ, തീരപ്രദേശം, മലയാള സർവകലാശാല, തുഞ്ചത്താചാര്യൻ്റെ ആസ്ഥാനം, നവാമുകുന്ദ ക്ഷേത്രം, താമര കൃഷിയുടെ ഒരു സ്ഥിതി, ലോകത്തെ വെറ്റിലയുടെ ആസ്ഥാനം, ഇതൊക്കെ തിരൂരാണ്. കയറ്റുമതി. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ തിരൂര്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള എല്ലാം കൊണ്ടും സമൃദ്ധമായിട്ടുള്ള ഒരു നഗരമാണ് ഞങ്ങളുടെ തിരൂര്. അതിന് പരിസരത്തുള്ള പഞ്ചായത്തുകൾ അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമര രംഗത്ത് അതിൻ്റെ രംഗങ്ങളിൽ വളരെ സജീവമായി നിന്ന പൂർവികരായ ഞങ്ങളുടെ പോരാളികളുണ്ടായിരുന്ന സ്ഥലം. വാഗൺ ട്രാജഡി എന്ന ദുഷ്പേരിലറിയപ്പെട്ട മനുഷ്യകുതിയുടെ കുരുതി നടന്ന പ്രദേശം. അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവിതാമസിച്ചിട്ടുള്ള അതിലെ വനിതകളടക്കം
ഇടപെട്ടിട്ടുള്ള വളവന്നൂർ, കൽപ്പകഞ്ചേരി, രണ്ടത്താണി തുടങ്ങിയ സ്ഥലങ്ങൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ സ്ഥലം. മാമാങ്കത്തിൻ്റെ തിരുനാവായ മാമാങ്കത്തിൻ്റെ ഗാന്ധിജിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത സ്ഥലം. ഇങ്ങനെയെല്ലാം കൂടി ഇതൊരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു നാടാണ്. അപ്പോൾ ഒരു ചരിത്ര മ്യൂസിയം ഒന്ന് ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഇതിനെല്ലാം കൂടി ബന്ധപ്പെടുത്തി ഒരു വലിയ ടൂറിസ്റ്റ് ഹബ്ബാക്കി ഇതിന് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഉള്ളൊരു സംവിധാനം കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ പദ്ധതികളെല്ലാം നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടിയാണ്. മക്കൾ അവർ നാളെ വരുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഇതൊക്കെ അനുഭവിക്കാൻ കഴിയണം. എൻ്റെ ഒരു കാഴ്ചപ്പാടതാണ്. അവർക്ക് പഠനം, അവരുടെ കായിക വിഷയങ്ങൾ, അവരുടെ തൊഴിൽ, ഇതിനൊക്കെ ഇവിടെ തന്നെ വിദേശത്ത് പോകാതെ പഠിക്കാനും തൊഴിലിനും ഒക്കെ വിദേശത്തേക്ക്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം MLA ആയപ്പോൾ ഈ മണ്ഡലത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരെ വിളിച്ചു, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു, സാംസ്കാരിക സാമൂഹിക നേതാക്കന്മാരെ വിളിച്ചു, ജനപ്രതിനിധികളെ വിളിച്ചു, തുഞ്ചൻ പറമ്പിലിരുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തേടി. അവരുടെ അഭിപ്രായം അനുസരിച്ച് അത് ക്രോഡീകരിച്ച് ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾ പിന്നെ അതിൻ്റെ വഴിക്കാണ്. അപ്പോൾ എന്നെ പിന്നെ കുറ്റം പറയുന്ന ആളുകൾ വിവരക്കേട് പറയുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവരൊരു വിഷയം പറഞ്ഞ് ഞാൻ പരിഗണിക്കാതിരുന്നിട്ടില്ല. ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങൾ എടുത്തില്ലല്ലോ എന്ന് പറയേണ്ട ഒരു ഘട്ടം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ജനകീയമായി തന്നെ എല്ലാവരുടെയും ആശയവിനിമയം നടത്തി കാര്യങ്ങൾ ആലോചിച്ച് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാനൊരു വമ്പനായി ഞാനിത് കൊണ്ടുവരും എന്ന് പ്രഖ്യാപിക്കാതെ ആശയവിനിമയം നടത്തി എല്ലാവർക്കും സ്വീകാര്യമായ സംഗതികൾ കൊണ്ടുവരണം. ഒപ്പം തീരദേശമാണിത്. തീരദേശത്ത് ഇവർക്ക് മത്സ്യം പിടിച്ച് അവർക്ക് ഒരു ഉപജീവനം നടത്തുവാനും അവർ പിടിച്ചു കൊണ്ടുവരുന്ന മത്സ്യം സംസ്കരിക്കുവാനും സൂക്ഷിക്കുവാനും വിപണനം ചെയ്യുവാനും ഉള്ള സംവിധാനങ്ങൾ ഈ കേന്ദ്രത്തിൽ തന്നെ ഒരുക്കണം. സത്യത്തിൽ കേരളത്തിലെ ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവർ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം സൂക്ഷിക്കാനുള്ള കോൾഡ് സ്റ്റോറേജ് വേണം. സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് ഒഴിവാക്കേണ്ടി വരുന്നതുകൊണ്ടാണ്. അതിന് പകരം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സൂക്ഷിക്കാനും മെച്ചപ്പെട്ട വിലയ്ക്ക് വിൽക്കാനുള്ള സംവിധാനമാണ് വേണ്ടത്. പക്ഷേ കേരളത്തിലെ തീരദേശത്ത് ഒരിടത്തും അങ്ങനെ ഒരു സംവിധാനം ഇതുവരെ ഒരു സ്ഥലത്ത് അത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. തിരൂർ പോലുള്ള സ്ഥലത്ത് അതിനുള്ള സാധ്യത താങ്കൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നു. എങ്ങനെയാണ് അതിന്? ഞാൻ ഒരു സ്വകാര്യ ബില്ല് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ സഭയിൽ അവതരിപ്പിക്കാൻ എനിക്ക് നറുക്കെടുപ്പിലാണ് കിട്ടുക. പക്ഷെ അംഗീകരിച്ചിട്ടുണ്ട്. എൻ്റെ ബില്ല് അംഗീകരിച്ചു. അത് പാസ്സായിട്ടില്ല, അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ ഇവർക്കൊരു നിത്യ വരുമാനം എന്ത് രീതിയിലാണ് അതിൽ ഈ ആശയങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ബില്ലിൽ സഭയിൽ തന്നെ ഞാൻ എനിക്ക് ഉന്നയിച്ചതാണ്. ഇപ്പോൾ കാർഷിക വിഭവങ്ങൾ ഇപ്പോൾ സംഭരിക്കുന്നില്ല കേട്ടോ. ഈ ഗവൺമെൻറ് 10 കൊല്ലമായിട്ട് സംഭരിക്കുന്നില്ല. എന്നാൽ UDFൻ്റെ ഗവൺമെൻറ് സംഭരിച്ചതുപോലെ കേന്ദ്രം മറ്റ് സംസ്ഥാനങ്ങൾ സംഭരിക്കുന്ന പോലെ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിച്ച് സംഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. മത്സ്യം പിടിച്ചു കൊടുത്താൽ അത് സർക്കാർ ഏജൻസികൾ, ഫിഷറീസ് വകുപ്പോ ആരാണ് വേണ്ടതെങ്കിൽ അത് സംഭരിക്കുക. ഇവർ തൊഴിലാളികൾക്ക് അവർ കൊണ്ടുവന്ന വിഭവങ്ങൾ നമ്മൾ സ്വീകരിച്ചു, അതിൻ്റെ വില അവർക്ക് കൊടുത്തു, അവർക്കും സന്തോഷമായി. ഈ വസ്തു നമുക്ക് സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏജൻസിക്ക് അത് ആവശ്യം നേരത്ത് ആവശ്യാനുസരണം വിതരണം ചെയ്യാനും വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഈ രീതിയിൽ ഇതിനെ സംഭരിക്കാനുള്ള മിനിമം വില നൽകി സംഭരിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒരു ചോദ്യമായിട്ട്. അത് ഈ സ്വകാര്യ ബില്ലും ഞാനതാണ് പരിരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗവൺമെൻറ്റിനോട് ഞാനത് ഈ രീതിയിൽ തന്നെ ഞങ്ങൾ സ്വന്തം കർഷക സംഘത്തിൻ്റെ ഭാരവാഹി കൂടിയാണ്. ആ നിലയ്ക്ക് ഞങ്ങൾ കൊടുത്ത ഒരു നിവേദനമുണ്ട്. അതിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് ഈ രീതിയിൽ. അപ്പോൾ ഇത് എൻ്റെ ഒരു ഭാവിയിൽ നമ്മളൊരു ഗവൺമെൻറ്റിനെ അത് ബോധ്യപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കർഷകർക്ക് എല്ലായിടത്തും ഇതെല്ലാ സംഘടനകളും മത്സ്യത്തൊഴിലാളികളും ഈ കാര്യം മനസ്സിലാക്കണം. മത്സ്യം പിടിച്ചു കൊണ്ടുവന്ന് അത് സംഭരിക്കാൻ സംവിധാനം ഇതിനു വേണ്ടിയുള്ള മുറവിളി കൂടെ ഞാൻ അതിനു വേണ്ടി ആദ്യമായി ആ വിഷയം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാം. വെറ്റില കൃഷിയെ പറ്റി പറഞ്ഞല്ലോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വെറ്റില കയറ്റുമതി ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ കൃഷി ചുരുങ്ങി വരിക എന്ന് തോന്നുന്നു. അടുത്ത കാലത്ത് അത് വലിയ താല്പര്യം ആളുകൾ കാണിക്കുന്നില്ല. എന്താണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വന്നത്? ഒന്ന് വെറ്റില വില ഇടിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും എന്നാൽ ഏറെ പ്രോത്സാഹിപ്പിക്കേണ്ടതും ചെയ്യേണ്ട ഒരു കൃഷി ഇനമാണ് വെറ്റില. ഒന്ന് അതിൻ്റെ ഒരു ഔഷധ മൂല്യം അത് ഭയങ്കരമാണ്. ഇപ്പോൾ ആര്യവൈദ്യശാലൊക്കെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കെന്നെ അനുഭവമുണ്ട്. ചില നാട്ടു ചികിത്സയുടെ ഭാഗമായി ഇത് ഉപയോഗിക്കാറുണ്ട്. അതിപ്പോൾ വിശദീകരിക്കുന്നില്ല. വെറ്റില കൃഷി കുറഞ്ഞ ഭൂമി മതി. ഒരു 3 സെൻറ്റോ 4 സെൻറ്റോ ഭൂമിയിൽ വെറ്റില കൃഷി നടത്തിയാൽ ഒരു കുടുംബത്തിന് 4-5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള വക കിട്ടും.
അത് അത്യാവശ്യം മാന്യമായ വില ഉണ്ടെങ്കിൽ ചിലപ്പോൾ തീരെ വിലയില്ലാതാവും. വിലയില്ലാതാകുന്നത് കയറ്റി പോകാൻ സാധിക്കാതെ വരുമ്പോഴാണ്. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ അങ്ങാടിയിൽ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള മുറുക്കാൻ മാത്രമേ ഈ വിത്തിൽ ഉപയോഗിക്കുള്ളൂ. പിന്നെ ക്ഷേത്രങ്ങളിലും മറ്റുള്ള ഇങ്ങനെയുള്ള വിഷയത്തിന് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ വളരെ ചെറിയ ഒരു വകയെ അതിനു വേണ്ടി ഉപയോഗപ്പെടുന്നു. ബാക്കിയൊക്കെ കയറ്റി പോവാണ്. കയറ്റി പോകുന്നതിന് തടസ്സമുണ്ടായാൽ വിത്തില നുള്ളാൻ കഴിയാതെ വരും. നുള്ളാൻ കഴിയാതെ കഴിഞ്ഞാൽ പഴുത്ത് പോവും. അതിന് വളം കൊടുത്തതും വെള്ളം കൊടുത്തതൊക്കെ വെറുതെ ആവും, അനുഭവം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവിക്കാതെ വെറ്റില കൃത്യമായി നുള്ളി അത് സംസ്കരിച്ച് കൊണ്ടുപോകാൻ ഉള്ള സംവിധാനം ഉണ്ടാക്കണം. വെറ്റിലയും ഇതേപോലെ തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് നൽകി സംഭരിക്കണമെന്ന് ഗവൺമെൻറ്റിന് മുമ്പിൽ നമ്മൾ നിവേദനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സംവിധാനം ഭാവിയിൽ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലേക്കുള്ള താമര ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് തിരുനാവായ. താങ്കളുടെ മണ്ഡലത്തിലാണ്. പലതരത്തിലുള്ള ധ്രുവീകരണ ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിലും സാമൂഹികമായിട്ട് ഒരു വലിയ ഐക്യത്തിൻ്റെ സന്ദേശം ഉള്ള സ്ഥലം കൂടിയാണ് തിരുനാവായ ഉൾപ്പെടെ തിരൂർ ഉൾപ്പെടെയുള്ള പ്രദേശം. എന്താണ് താങ്കൾ അതിനെക്കുറിച്ച് കാണുന്നത്? ഈ ഒരു തിരുനാവായ പോലുള്ള പ്രദേശങ്ങളിലെ ഒരു സാമൂഹികമായ ഐക്യത്തെക്കുറിച്ച് എന്താണ് ഒരു പറയാനുള്ളത്? തിരുനാവായും പരിസര പ്രദേശങ്ങളിലും കൃഷിക്കാർക്ക് പ്രധാനമായും തിരുനാവായലാണ്. താമരക്കായൽ എന്നാണ് കൃഷിയിടത്തിനെ അവിടെ വിളിക്കുന്നത്. ഗുരുവായൂർക്കും കേരളത്തിലെ ഉള്ളിലുള്ള ക്ഷേത്രങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിന് പുറത്തേക്ക് മാത്രമല്ല, നേപ്പാളിലേക്കടക്കം താമര ഇവിടുന്ന് കയറ്റി പോകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഉപജീവനം നയിക്കുന്ന ധാരാളം കർഷകർ മുസ്ലിങ്ങളാണ്. അപ്പോൾ ആ കർഷകർ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് കൃഷി ഇനമായി അംഗീകരിച്ചിട്ടില്ല ഇന്ന് വരെ. അപ്പോൾ അതിനാണ് ആദ്യം എൻ്റെ ശ്രമം. അപ്പം ഞാൻ ഈ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതാണ്, ഗവൺമെൻറ് പരിഗണിച്ചിട്ടില്ല. അപ്പം താമര കൃഷിയെ ഒരു കൃഷി ഇനമായി അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ കൃഷിക്ക് ചെയ്യേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും താമര കർഷകർക്കും കിട്ടേണ്ടതുണ്ട്. ഒന്ന്, ഇത് ഒരു ഐക്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു കൃഷി ഇനം കൂടിയാണിത്. ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ ക്ഷേത്രത്തിലെ പൂജക്ക് ആരാധനയ്ക്കാണ് വെക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുന്നത് നിസ്കാരം കഴിഞ്ഞ് വന്ന് കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന മുസൽമാന്മാരുമാണ്. ഈ നാടിൻ്റെ ഒരു ഐക്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ചിത്രം അവിടെ തന്നെ കാണാൻ സാധിക്കും. എൻ്റെ ഒരു ദുഃഖം, നമ്മുടെ ജനങ്ങൾ ഇതിനൊക്കെ പരിഹസിക്കുന്ന ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ കേരളയിൽ വരുമ്പോൾ ഈ താമരക്കായൽ മുറിച്ചാണ് പോവുക. ഞാനതിനെതിരെ സമരം നടത്തിയതിൻ്റെ ഒരു കാരണം അതാണ്. അത് നാമാവിശേഷമാകാൻ പാടില്ല. ഒന്ന്, അതിന് ഓരോരു വരുമാനം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പോലും ഈ സംവിധാനം ഇല്ലാതാകുക എന്ന് പറയുന്നത് വലിയൊരു നഷ്ടമായി വരും. നമ്മുടെ സാംസ്കാരിക തലത്തിൽ വലിയ നഷ്ടമാവും. ഞാനതുകൊണ്ടാണ് കേരളയിൽ അതുവഴി പോകരുത് എന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തി. അപ്പോൾ അവിടെ സമരത്തിരുന്നപ്പോൾ ഞാൻ താമര കയ്യിൽ പിടിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം അറിയിച്ചു. അതിന് എനിക്കെതിരായി ഞാൻ BJPയുടെ ചിഹ്നം പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് CPM എന്നെ പരിഹസിക്കുന്ന സന്ദർഭമുണ്ടായി. ഞാൻ അരിവാൾ പിടിച്ചിട്ടുണ്ട്, മൺവെട്ടിയൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അതിനൊന്നും അവർ പരിഹസിച്ചില്ല. എന്നാൽ ഇതിനെ ഈ രീതിയിൽ പരിഹസിച്ചു. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഒരു സൗഹാർദ്ദത്തിന് അവരുടെയൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളതും ഇത് തകർന്നു കാണാൻ അവർ നടത്തുന്ന കുൽസിത ശ്രമങ്ങളും സമൂഹം തിരിച്ചറിയണം എന്ന് കൂടി ഞാൻ സാന്ദർഭികമായി പറയാം. UDF ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. അങ്ങനെ UDFന് അധികാരം ലഭിച്ചാൽ തിരൂർ മണ്ഡലത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഒരു സന്ദർഭം കൈവരാൻ സാധ്യതയുണ്ട്. താങ്കൾ കുറേ കൂടി ഇടപെടലുകൾ നടത്തി ഈ മണ്ഡലത്തെ വികസിപ്പിക്കും എന്നാണ് ഞങ്ങളെപ്പോലുള്ളവർ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള അവസരം താങ്കൾക്കുണ്ടാവട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു.